ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. ചേനയെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുവിധം എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് ചേന. എന്നാൽ ഈ ചേനയുടെ പൂവും നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന നിങ്ങളിൽ എത്ര പേർക്കറിയാം? നല്ല ചൂട് ചോറും തൈരും ഉപ്പും ഈ ചേനയുടെ പൂവ് ഉപയോഗിച്ചുള്ളൊരു തോരനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. എന്നാൽ ഈ ചേനപ്പൂവ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നറിയോ? നമ്മൾ ചേന നട്ടതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് വിളവെടുക്കാതെ അങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തില് ആദ്യത്തെ മഴ പെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ ചേനപ്പൂവ് കാണാൻ പറ്റും. അപ്പോൾ ഈ ചേനപ്പൂവ് എങ്ങനെയാണ് പറിച്ചെടുക്കുന്നതെന്നും ഇത് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു വേനൽ മഴ കഴിഞ്ഞാൽ നമ്മൾ ചേന നട്ട സ്ഥലമെല്ലാം നല്ലോണം ഒന്ന് തപ്പി നോക്കിയാൽ ഇതുപോലെയുള്ള ചെറിയ കൂമ്പുകൾ കാണാൻ പറ്റും. ഈ കൂമ്പുകളാണ് ഒരു 4-5 ദിവസം കഴിയുകയാണെങ്കിൽ ചേനപ്പൂവുകളായിട്ട് മാറുന്നത്. നമ്മൾ നട്ടിരിക്കുന്ന ചേനയുടെ ഗുണവും കിട്ടിയിരിക്കുന്ന മഴയുടെ അളവൊക്കെ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ചേനപ്പൂവിന്റെ വലുപ്പത്തിലും ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഇന്ന് നമ്മൾക്കായി ചേനപ്പൂ പറിച്ചു തരുന്നതും അത് തോരൻ വെച്ച് തരുന്നതൊക്കെ അമ്മയാണ്. അപ്പോൾ ചേനപ്പൂവിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒരിത്തിരി മാറ്റിയതിന് ശേഷം അത് അടിഭാഗത്തോടു കൂടി തന്നെ നമുക്ക് പറിച്ചെടുക്കാം. ഈ ചേനപ്പൂ കണ്ടില്ലേ, ഇത് ഇത്തിരി കൂടെ വലുതായിട്ടുണ്ട്. ഇതാണ് തോരൻ വയ്ക്കാനൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള പരുവം. ഇതിൻ്റെ പുറമേയുള്ള തോട് നമ്മൾ ഉപയോഗിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗം മാത്രമാണ് നമ്മൾ തോരൻ വയ്ക്കാനും മറ്റു കറികളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുവരെ ഒരു ചേനപ്പൂ കാണാത്തവർക്കും പിന്നെ ചേനപ്പൂ കണ്ടു മറന്നവരുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഈ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഈ ചേനപ്പൂവിൻ്റെ ഉൾഭാഗം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. വളരെയധികം ഭംഗിയുള്ള 3 ലെവലുകളായിട്ടാണ് ഈ ചേനപ്പൂ ഉണ്ടാവുക. ഇതെല്ലാം നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നതുമാണ്. ഇതിനു പുറമേയുള്ള ആ കുട പോലെയുള്ള ഭാഗവും നമുക്ക് തോരൻ വെക്കാനെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചെറിയൊരു ചേനപ്പൂവ് ആയതുകൊണ്ടാണ് എല്ലാം ഒരേ നിറത്തിലുള്ളത്. ഇനി കുറച്ചുകൂടെ വലുതാകുകയാണെങ്കിൽ ഈ ചേനപ്പൂവിൻ്റെ ഉൾഭാഗം നോക്കിയേ ഇതുപോലെയാണ് ഉണ്ടാവുക. ഒരു നല്ലൊരു വയലറ്റും ഗ്രീനും കൂടി കലർന്ന ഒരു കളറിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ ആരും തന്നെ ഇത്രയധികം വലുതാകാനായിട്ട് വെയിറ്റ് ചെയ്യില്ല. ഇതിന് മുന്നേ തന്നെ പറിച്ച് തോരൻ വെക്കാനും മറ്റും ഉപയോഗിക്കാറുണ്ട്. ഈ ചേനപ്പൂവിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റ് സമയത്ത് പറിച്ചെടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും വരിക. അപ്പോൾ അതുവരെയ്ക്കും നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. പിന്നെ ചേനപ്പൂ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ചൊറിയും എന്നുള്ളൊരു പേടിയും ആർക്കും തന്നെ വേണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള ചെറിയ ചെറിയ ചേനപ്പൂക്കൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് തോരൻ വെക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് ചുവന്നുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മാത്രം മതി. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ചേനപ്പൂക്കളൊന്ന് നന്നായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. മുറിക്കുന്നതിന് മുന്നേ ആയിട്ട് കയ്യിൽ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. കാരണം നമ്മൾ ചേന മുറിക്കുന്നതിൻ്റെ അത്രയ്ക്ക് ചൊറിച്ചിലൊന്നും നമ്മളുടെ കൈക്ക് ഉണ്ടാവില്ല. പക്ഷെ ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവി നമുക്ക് മുറിക്കാൻ തുടങ്ങാം. വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഓരോ ഭാഗവും ഓരോ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാനും നല്ല രസം തന്നെയായിരിക്കും. ഇവിടെ നമ്മുടെ ചേനപ്പൂവെല്ലാം നമ്മൾ ചെറുതായി മുറിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തോരൻ വളരെ എളുപ്പത്തിൽ മറ്റു തോരനെല്ലാം വെക്കുന്ന അതേപോലെ തന്നെയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ചെറിയൊരു എണ്ണമയത്തോടെ കാണുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു നല്ല പിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കുറച്ചധികം ചുവന്നുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചുവന്നുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷമേ നമ്മളിതിലേക്ക് ചേനപ്പൂവ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സവാള ഉപയോഗിക്കുക. പക്ഷേ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ ചുവന്നുള്ളിക്ക് തന്നെയായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും വെള്ളവും ചേർത്തത് ഇവിടെ റെക്കോർഡായിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാണ്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം എല്ലാം കൂടെ നടുവിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും തുറന്നു നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്നതിനെ അപേക്ഷിച്ച് ചേനപ്പൂവിൻ്റെ തോരൻ ഉണ്ടാക്കുമ്പോൾ വേവ് കുറച്ച് കൂടുതലായിരിക്കും. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം വേവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 10 മിനിറ്റോളം നിങ്ങൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല.
പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു സംശയമുണ്ടെങ്കിൽ അത് മാറാനായിട്ടാണ് ഞാൻ പ്രത്യേകം അത് എടുത്തു പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചേനപ്പൂവ് ഏകദേശം 10 മിനിറ്റോളം ആവിയിലും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ആരും ചേനപ്പൂ കിട്ടിയാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ഈ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും നല്ലതാണ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ മഴ കഴിഞ്ഞാൽ എല്ലാവരും ചേനപ്പൂ തേടി പോകാറുണ്ട്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയവർ പിന്നെ ഇതൊരിക്കലും മിസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചേനപ്പൂ കിട്ടുകയാണെങ്കിൽ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്